ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കഴിഞ്ഞ കൺവെൻഷനുകളിലൊക്കെ കഴിഞ്ഞ 4 കൺവെൻഷനുകളിലായിട്ട് നമ്മൾ ഈശോ പറഞ്ഞത് പ്രകാരം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വാസ പ്രമാണത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. വിശ്വാസ പ്രമാണത്തിലെ ഓരോ വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വാക്ക് പോലും വിട്ട് കളഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. അതാണ് എന്റെ പ്രത്യേകത. ഒരു വാക്ക് വിട്ടുപോയാൽ മൊത്തം പോയി. ഒരു വാക്ക് വിട്ടുപോയാൽ വിശ്വാസ പ്രമാണത്തിലെ നമ്മൾ വിശ്വസിക്കേണ്ട സത്യങ്ങൾ മുഴുവൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. അതാണ് എന്റെ പ്രത്യേകത. അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു, പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നത് പറഞ്ഞു, ഏക ദൈവം എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ദൃശ്യവും അദൃശ്യവുമായ ലോകമുണ്ട്, അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, സകലത്തിന്റെയും സൃഷ്ടാവാണ് പിതാവായ ദൈവം എന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ കൺവെൻഷന്റെ സമയത്ത് നമ്മൾ ധ്യാനിച്ചിരുന്നത് ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് അത് നമ്മൾ ധ്യാനിച്ചപ്പോൾ അതിന്റെ ഇടയ്ക്കത്തെ ചില വാക്കുകൾ നമ്മൾ വിട്ടുപോയിരുന്നു. വിട്ടുപോയതല്ല, മനഃപൂർവ്വം വിട്ടുകളഞ്ഞാണ്. ഒരേ നമ്മൾ വിശ്വസിക്കാൻ എളുപ്പമുള്ള, നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നമുക്കറിയാം. ആ ഭാഗം നമുക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ചില വാക്കുകൾ വിട്ടുകളഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ഇപ്രകാരമാണ്: ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ഇടയ്ക്കുള്ള ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഈ പ്രാവശ്യം ധ്യാനിക്കാം. അതിപ്രകാരമാണ്: സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതൻ. ഒന്നാമത്തെ കാര്യം ഇതാണ്. സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതൻ, യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവൻ എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യ ഭാഗത്ത് നിന്ന് ധ്യാനിക്കാം. ഒന്നാമത്തെ കാര്യം ഇപ്രകാരമാണ്: എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ആദ്യജാതൻ. അപ്പൊ ആദ്യജാതനെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ തെറ്റിപ്പോകും. അതാണ് അതിന്റെ കുഴപ്പം. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് ഒരു വാക്ക് വിട്ടുപോയാൽ പ്രശ്നമാണ്. കാരണം ആദ്യജാതൻ ആരാണെന്ന് ബൈബിള് പല രീതിയിൽ പറയുന്നുണ്ട്, പലരെ കുറിച്ച് പറയുന്നുണ്ട്. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം പ്രകാരമാണ്: അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു വാക്യം എടുത്തു വെച്ചിട്ടാണ് വിശ്വാസ പ്രമാണത്തിൽ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. എന്താണ്? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എന്ന് പറഞ്ഞാൽ ദൈവം അദൃശ്യനാണ്, ആ ദൈവത്തിന്റെ കാണാവുന്ന രൂപമാണ് ഈശോ. അതാണ് ഒന്നാമത്തെ കാര്യം പറയുക. രണ്ടാമത്തെ കാര്യം പറഞ്ഞതാണ് എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. ആദ്യജാതനെ കുറിച്ച് നമുക്കറിയാം, ബൈബിളിനകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോ പ്രഭാഷകന്റെ പുസ്തകം 36-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം: കർത്താവേ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ ആദ്യജാതനെ എന്ന പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേലിന്റെ മേൽ കരുണയുണ്ടാകണം എന്ന് പറഞ്ഞാൽ ആദ്യജാതനായി ഇസ്രായേലിനെ ദൈവം പരിഗണിക്കുന്നുണ്ട്. ഇനിയും നമുക്കറിയാം ദാവീദിനെ അപ്രകാരം പരിഗണിക്കുന്നുണ്ട്. ദാവീദിനെ പരിഗണിക്കുന്ന കാര്യം നമുക്കറിയാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 89-ാം അധ്യായം 27-ാമത്തെ വാക്യം അതിപ്രകാരമാണ്: ഞാൻ അവനെ എന്റെ ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരിൽ അത്യുന്നതനുമാക്കും. അപ്പൊ ഇതുപോലെ ആദ്യജാതൻ എന്ന പേര് പലർക്കും കർത്താവ് കൊടുക്കുന്നുണ്ട്. ആദ്യജാതരുടെ പ്രത്യേകത നമുക്കറിയാം, അല്ലെ? ആദ്യജാതൻ എപ്പോഴും ദൈവത്തിന്റെ അവകാശമാണ്. അതാണ് ആ ഒരു ടേം, ആ ഒരു വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം അതാണ്. ആദ്യജാതൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അവകാശമാണ്. നമുക്കറിയാമല്ലോ, ആദ്യ ഫലങ്ങളെല്ലാം ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. പഴയ നിയമ രീതി അപ്രകാരം ആദ്യ ഫലങ്ങളെല്ലാം ദൈവാലയത്തിൽ സമർപ്പിക്കണം. ആദ്യത്തെ പുത്രനെ ദൈവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കണം. നമുക്കറിയാം, ഈശോയെ കൊണ്ടുപോയി സമർപ്പിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലെ? അതിന് പകരം അല്ലെങ്കിൽ ആട്ടിൻകുഞ്ഞിനെയോ ചങ്ങാലിയോ കൊടുത്തിട്ട് അവരെ വീണ്ടെടുക്കണം എന്നൊക്കെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ആദ്യജാതരെല്ലാം ദൈവത്തിന്റെ അവകാശമാണ് എന്നതുകൊണ്ടാണ് ആദ്യജാതൻ എന്ന പദം അവിടെ ഉപയോഗിക്കുക. പക്ഷെ ഈ ആദ്യജാതരിൽ നിന്നൊരു വ്യത്യാസമുണ്ട്, അല്ലെ? ആദ്യജാതര് പലരുണ്ടെങ്കിൽ, ആദ്യജാതർ എന്ന രീതിയിൽ കർത്താവ് പലരെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഈ ആദ്യജാതന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. എന്താണെന്നറിയാവോ? സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതൻ. സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടികർമ്മത്തിന് മുമ്പുള്ള ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവൻ ആദ്യജാതനാണ്, ദൈവത്തിന്റെ സ്വന്തമാണ്, പക്ഷെ അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല. അതാണ് അതിന്റെ അർത്ഥം.
എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ആദ്യജാതൻ. അതുകൊണ്ട് അങ്ങനെ ഒരു ടേം അതിന് മുമ്പിൽ ചേർത്ത്, ഇത് നമ്മൾ വെറുതെ ഉണ്ടാക്കിയെടുത്തതല്ല. അച്ഛൻ ആദ്യം പറഞ്ഞില്ലേ, കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കൃത്യമായിട്ട് കർത്താവ് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹായോട് വളരെ വ്യക്തമായ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട് വെച്ചിരിക്കുകയാണ്, അവൻ സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനാണ്. സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനാണ്. വ്യക്തമായി എന്നാണ് അച്ഛൻ കരുതുക, വ്യക്തമായെന്ന് കരുതുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. എന്നാൽ അവൻ ആദ്യജാതനുമാണ്. അത് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: യുഗങ്ങൾക്ക് മുമ്പ്, ഭൂമിയുടെ ആവിർഭാവത്തിന് മുമ്പ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു. എന്തിനെ കുറിച്ച് പറയുന്നത് അറിയാവോ? ജ്ഞാനത്തെ കുറിച്ച് പറയുന്നതാണ്. എല്ലാം ഉത്ഭവിക്കുന്നതിന് മുമ്പ്, ഭൂമിയുടെ ആവിർഭാവത്തിന് മുമ്പ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു. വീണ്ടും ഈ ജ്ഞാനം ആരാണെന്ന് കർത്താവ് പറയും. ജ്ഞാനം ആരാണെന്ന് പറയുന്നത് 1 കൊറിന്ത്യർ 1-ാം അധ്യായം 24-ാമത്തെ വാക്യം: വിളിക്കപ്പെട്ടവർക്ക്, യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. ഈ ജ്ഞാനത്തെ കുറിച്ച് പറയുകയാണ്. അപ്പൊ യുഗാന്ത്യത്തിന് മുമ്പ്, എല്ലാം രൂപപ്പെടുന്നതിന് മുമ്പ് ആദ്യമേ സ്ഥാപിക്കപ്പെട്ടത് ഈ ജ്ഞാനമാണ്. ഈ ജ്ഞാനം ആരാണെന്ന് കർത്താവ് പറയുകയാണ്. അത് ഈശോ മിശിഹ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. ഈശോ എന്ന് പറയുന്നത്, നമ്മൾ പിതാവിനെ കുറിച്ച് ആദ്യം പറഞ്ഞു, പിതാവിൽ വിശ്വസിക്കുന്നു, പിതാവിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. ഇനി പുത്രന്റെ പ്രത്യേകത പറയുകയാണ്. പുത്രന്റെ ഒരു വലിയ പ്രത്യേകതയാണ്, അവൻ എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനാണ്. എന്ന് പറഞ്ഞാൽ അവൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട, അല്ലെങ്കിൽ പിതാവിൽ നിന്ന് ജനിച്ച ജാതനാണ്. എന്നാൽ അവൻ സൃഷ്ടിക്ക് മുമ്പുള്ളതാണ്. മറ്റുള്ളത് സൃഷ്ടിച്ചതുപോലെ സൃഷ്ടിക്കപ്പെട്ട ജാതനല്ല, മറിച്ച് അവൻ ജാതനും സൃഷ്ടിയുടെ അപ്പുറം നിൽക്കുന്നവനുമാണ്. ആദ്യം സ്ഥാപിക്കപ്പെട്ടതാണ് എന്നാണ് അതിന്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ കാര്യം പ്രകാരമാണ്: യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവൻ. നമുക്ക് വളരെ എളുപ്പമുണ്ടായിരുന്നു. ദൈവം ഏകനാണ് എന്ന് മാത്രം പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് വിശ്വസിക്കാനും എളുപ്പമുണ്ട്, പറയാനും ഒരു രസമൊക്കെ ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ കർത്താവ് തന്നെ പറയാണ്, അങ്ങനെ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ പോരുന്നേ. അങ്ങനെ മാത്രം വിശ്വസിച്ചാൽ പോരാ. ദൈവം എന്ന ഒരു ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 കാര്യങ്ങളുമുണ്ട്. ഒരേ ദൈവത്തിൽ ഈ 3 കാര്യങ്ങളുമുണ്ട്. അത് നിങ്ങൾ അതുപോലെ തന്നെ വിശ്വസിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെയാണ് കർത്താവ് ഇപ്രകാരം 3 തന്നെ വെളിപ്പെടുത്തുക. അപ്പൊ ഈശോ പറയുകയാണ്, അവൻ പുത്രനാണ് എന്ന് പറഞ്ഞാൽ എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിറന്ന പുത്രനാണ്. യുഗങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്? യുഗങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? യുഗങ്ങൾ ഉണ്ടാകുന്നത് രാത്രി പകല് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് സമയമുണ്ടെങ്കിലേ ദിവസം ഉണ്ടാവുകയുള്ളൂ, ദിവസം ഉണ്ടായാലേ വർഷം ഉണ്ടാവുകയുള്ളൂ, വർഷമുണ്ടെങ്കിലേ ഓരോ യുഗങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇതൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ജനിച്ചവനാണ് ഈ പറയുന്ന പുത്രൻ എന്ന് പറയുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പം പിതാവിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്. ആ സ്ഥാനം എന്താണെന്ന് അറിയാവോ? എല്ലാം പുറപ്പെട്ടിരിക്കുന്നത് പിതാവിൽ നിന്ന് മാത്രമാണ് എന്നതാണ് സത്യം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം കർത്താവ് വെളിപ്പെടുത്തുക. എല്ലാം പുറപ്പെട്ടിരിക്കുന്നത് പിതാവിൽ നിന്ന് മാത്രമാണ്, വേറെ ഒന്നിൽ നിന്നും ഒന്നും പുറപ്പെടുന്നില്ല എന്നതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ഏറ്റു പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈശോ ജനിച്ചതാണ് എന്ന് പറയുന്നത്. ജനിച്ചതാണ് എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതല്ല, അതാണ് അതിന്റെ പ്രത്യേകത. ജനിച്ചതാണ് എന്ന് പറയുന്ന പല ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം: അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ജഡിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. ആരെ കുറിച്ച് പറയുന്നതെന്നറിയാവോ? കർത്താവിൽ വിശ്വസിക്കുന്നവർ ദൈവ മക്കളാകുമെന്ന് പറഞ്ഞിട്ട് ദൈവ മക്കളുടെ പ്രത്യേകത പറയുകയാണ്. അവര് ജനിച്ചിരിക്കുന്നത് വേറെ ആരിൽ നിന്നുമല്ല, ദൈവത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവരാണ് ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുക. ഇവര് ജനിച്ചത് വിശ്വാസത്താലാണ്. ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ദൈവപുത്രരാകുന്നത് വിശ്വാസത്താൽ, ദൈവത്താൽ ജനിക്കപ്പെടുമ്പോഴാണ്. പക്ഷേ പുത്രനായ ദൈവം പിതാവിൽ നിന്ന് തന്നെ ജനിച്ചവനാണെന്ന് വീണ്ടും പറയും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം അതിപ്രകാരമാണ്: ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്.
അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇപ്രകാരമാണ് പറയുക, അത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർത്തു നോക്കുക, ഈ വാക്കുകളെല്ലാം പ്രധാനപ്പെട്ടതായിട്ട് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവൻ, ഒന്നാമത്തെ കാര്യം ഇതാണ്, അവൻ എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് ജനിച്ചവനാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് ജനിച്ച ആദ്യജാതനാണ് കർത്താവ്. വെറുതെ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ ഓർക്കണം, എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് ജനിച്ചവനാണെന്ന് പറയാനുള്ള കാരണം ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നതിന് മുമ്പുള്ളതാണ്. അവൻ സൃഷ്ടിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്രകാരം പറയുക. ഇനി വീണ്ടും പറയാണ്, യുഗങ്ങൾക്ക് മുമ്പാണ് പിതാവിൽ നിന്ന് ജനിച്ചത്. കാലങ്ങൾക്ക് മുമ്പ് അവൻ ഉണ്ടായിരുന്നു. നമുക്ക് അളക്കാൻ പറ്റുകയില്ല, ഒരു ഉത്ഭവം അവന് വേണ്ടി അളക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ജന്മമാണ് കർത്താവ് ഈശോ മിശിഹായുടെ ജന്മം. എന്ന് പറഞ്ഞാൽ പുത്രനായ ദൈവത്തിന്റെ ജന്മം എന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം. നമുക്കത് പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് പറ്റില്ല. എങ്ങനെ എന്ന് ദൈവത്തെ കുറിച്ച് പറയുന്നതിന് പകരം എങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നതാണ് എളുപ്പം. അതാണ് പ്രത്യേകത. എങ്ങനെയൊന്നും അല്ല. സാധാരണഗതിയിൽ ഒരു അപ്പന്റെ മകനായിട്ട് ജനിക്കുന്നത് പോലെ അപ്പൻ കുഞ്ഞ് എന്ന രീതിയിലല്ല പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം. അവൻ ദൈവം തന്നെയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവനുമാണ്. നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് നമുക്ക് പറയാം. നമുക്ക് ഒരിക്കലും അത് നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു സത്യമാണ്. നമ്മളിത് വിശ്വസിക്കേണ്ട ഒരു സത്യം ഇപ്രകാരമാണ്, അവൻ എല്ലാത്തിനും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനാണ്, എന്നാൽ അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല. ഇനി വീണ്ടും നമ്മൾ കാണുന്ന കാര്യം നമുക്കറിയാം, അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്തയുമാകുന്നു. ചില ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഈശോ ദൈവപുത്രൻ മാത്രമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ദൈവപുത്രനാണെന്നാണ്. അതിന് തൊട്ടടുത്ത കാര്യം കർത്താവ് പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, അവൻ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമാണ്. സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം തന്നെ നമ്മൾ വായിച്ചാൽ മനസ്സിലാകും അല്ലെ? അത് ഇപ്രകാരമാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അല്ലേ? അവിടെ തന്നെ കർത്താവ് പറയുകയാണ്, ഞാൻ ദൈവം തന്നെയാണ്. ഫിലിപ്പോസിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. ഫിലിപ്പോസിനോട് പിതാവായ ദൈവത്തെ കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫിലിപ്പോസ് ഉടനെ പറയാണ്, അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് പിതാവായ ദൈവത്തെ മതി, നീ പിതാവായ ദൈവത്തെ ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ എന്ന് പറയും. കർത്താവ് എടുത്ത് വായി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, എന്റെ ഫിലിപ്പോസ്, ഞാൻ ഇത്രയും നാൾ നിങ്ങളോട് ഉണ്ടായിട്ട് നിനക്കെന്നെ മനസ്സിലായില്ലേ? നമ്മൾ ഈ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ഫിലിപ്പോസിന്റെ കിളി പോയി കാണും അല്ലേ? അതാണ് സംഭവിച്ചേക്കുന്നത്. കാരണം വലിയ കൃത്യമായിട്ട് പിതാവാണ് ഏറ്റവും വലിയവൻ, പിതാവല്ലാതെ മറ്റൊന്നുമില്ല എന്നൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കഴിയുമ്പോൾ ഫിലിപ്പോസ് വലിയ കാര്യത്തിൽ ചോദിച്ചതാണ്, എന്നാ പിന്നെ പിതാവിനെ കാണിച്ചു തരാമോ? ഉടനെ കർത്താവ് ചോദിക്കുകയാണ്, ഞാനും പിതാവ് ഒന്നാണ്, എന്നെ കാണുന്നതും പിതാവിനെ കാണും. നമ്മൾ ഈ സത്ത എന്ന് പറയുന്ന സാധനം, സത്ത എന്ന് പറഞ്ഞ എന്താണ് സത്യത്തിൽ എനിക്കും അറിയത്തില്ലായിരുന്നു. ഇന്നാണ് സത്യത്തിൽ അതിനെക്കുറിച്ച് ധ്യാനിച്ചതും അതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞതും ഒക്കെ. സത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവിൽ നിന്നുള്ള ഏക സത്ത. ഒരേ സത്തയാണ്, ഒരേ സത്ത എന്നല്ല, ഒറ്റ സത്തയാണ്. ഒരേപോലത്തെ സത്ത എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ? ഒരേപോലെയാണ് അല്ലെ? സത്ത എന്നൊക്കെ പറയാനുണ്ട്. പക്ഷെ ഒറ്റ സത്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? പിതാവുള്ളത് എവിടെയുണ്ടോ അവിടെ പുത്രനുണ്ടോ, പരിശുദ്ധാത്മാവുണ്ട്. ഷെയർ ചെയ്യല്ല, അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ തൃത്വത്തെയൊക്കെ വിശദീകരിക്കാനായിട്ട് പലരും പരിശ്രമിക്കുന്ന സമയത്ത് ഒരു തായ്തണ്ട്, അതിൽ നിന്ന് ഒരുപോലെയുള്ള 3 മുകുളങ്ങൾ എന്നൊക്കെ അത് വെറും പൊട്ടത്തെറ്റാണ്. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ തായ്തണ്ടായിരിക്കും, അത് പോയാൽ പിന്നെ എല്ലാം പോയി. ഒരു ശേഖരം പോയാൽ പിന്നെ ബാക്കി 2 വേണം നിലനിൽക്കാം അല്ലെ? പക്ഷെ ഈ സത്തയുടെ പ്രത്യേകത ഇതാണ്, ഇത് 3ഉം ഒരുപോലെ നിൽക്കുക. ഒന്നില്ലെങ്കിൽ വേറെ 2 ഇല്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഒന്നുള്ളിടത്ത് മറ്റു 2 ഉണ്ട്. അതാണ് സത്ത എന്ന് പറയുന്നത്, ഏക സത്ത എന്ന് പറയുന്നതിന്റെ പ്രത്യേകത. അച്ഛൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. കാരണം ഇത് അത്രയും വലിയൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാല് പിതാവിൽ നിന്നുള്ള സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമാണ്, അതേ പിതാവിൽ നിന്നുള്ള ഏക സത്യമാണ്. നമ്മൾ ചൊല്ലുന്നത് ഇപ്രകാരമാണ്, അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏക സത്തയുമാകുന്നു.
അതായത് നമ്മളിപ്പോ ചിലപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഇന്നിപ്പോ ഒരു അച്ഛനോട് സംസാരിച്ച സമയത്ത് അച്ഛൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരാള് അച്ഛനോട് ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് നമ്മള് ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ, തിരുവോസ്തി എഴുന്നള്ളിച്ച് വെക്കുന്ന സമയത്ത് തൃത്വത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാൻ പറ്റും. കാരണം ഈശോ ദിവ്യകാരുണ്യത്തിൽ ഇവിടെ എഴുന്നള്ളിയിരിക്കുമ്പോ ഈശോ മാത്രമല്ല, ഈശോ എവിടെയുണ്ടോ, പുത്രനായ ദൈവം എവിടെയുണ്ടോ അവിടെ പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും ഉണ്ട്. ഒറ്റ സത്തയാണ്, ത്രിത്വമാണ് എല്ലായിടത്തും ഉള്ളത് എന്ന് പറഞ്ഞു. ഈ ലോകത്തിൽ ഈശോ മനുഷ്യനായിട്ട് ഈ ലോകത്ത് ജീവിച്ചപ്പോഴും അവിടെ ജീവിച്ചിരുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവം തന്നെയാണ്. മരിക്കുന്ന സമയത്ത് ഈശോ കുരിശെ മരിക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, പിതാവായ ദൈവം അങ്ങ് സ്വർഗത്തിലിരിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവനെ പോലെ അതുവഴി കേൾക്കും നടക്കുന്നു, കർത്താവ് ഈശോ ഒറ്റയ്ക്ക് കുരിശെ കിടന്ന് മരിക്കുന്നു. അങ്ങനല്ല. നമ്മൾ ചില ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലെ? പിതാവ് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുരിശ്, ആ കുരിശയിൽ പുത്രൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രാവിന്റെ രൂപത്തിൽ അവിടെ നിൽക്കുന്നു. അവിടെ മൂന്നും സന്നിഹിതമാണ്, ഒറ്റ ദൈവമാണ്, ഒറ്റ സത്തയാണ് അവിടെ, ഒറ്റ സത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ അല്ലെങ്കിൽ എനിക്കൊരു മകനുണ്ടെങ്കിൽ ആ മകനെ തല്ലിയാൽ എനിക്ക് വേദന എടുക്കുന്നില്ല, അല്ലെ? എനിക്ക് വേദന എടുക്കുന്നില്ല. പക്ഷെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ ആരെ തൊട്ടാലും എല്ലാവരും സ്പർശിച്ചതിന് തുല്യമാണ്. ഇതാണ് ഏക സത്ത എന്ന് പറയുന്ന അർത്ഥം. എന്ന് പറഞ്ഞാല് ഒരല്പം പോലും നമുക്ക് വിഭജിക്കാനായിട്ട് പറ്റില്ല, ഒരല്പം പോലും മാറ്റി നിർത്താം. ഒരാള് മറ്റൊരാളേക്കാൾ ചെറുതാണ് വലുതാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഒറ്റ സത്തയാണ് ഈ മൂന്ന് ത്രിത്വം എന്ന് പറയുന്നത്. ഒറ്റ സത്തയാണ്. നമുക്ക് ഒരിക്കലും മൂന്ന് ദൈവം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഒറ്റ ദൈവം, മൂന്ന് വ്യക്തികൾ, അതാണ് നമ്മൾ പറയുക. ഒറ്റ ദൈവം, മൂന്ന് വ്യക്തികൾ. ഈ മൂന്ന് വ്യക്തികൾക്കും ഒറ്റ സത്ത, അതാണ് പ്രത്യേകത. അതാണ് ഏക ദൈവം എന്ന് പറയുക. നമ്മൾ ആദ്യം മുതൽ ഒന്നുകൂടെ പറയുകയാണ്. പിതാവ് എന്ന് പറയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് പിതാവ് എന്ന് പറയുന്ന ആ ദൈവം തന്നെയാണ് പുത്രനായ ദൈവം. ആ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവായ ദൈവം. പക്ഷെ ഈ മൂന്ന് കാര്യത്തിലും, മൂന്ന് പേഴ്സണിലും വ്യത്യാസങ്ങളുണ്ട്. എന്താണെന്നറിയാവോ? പിതാവായ ദൈവം എല്ലാം സൃഷ്ടിച്ചു, എല്ലാത്തിനെയും സൃഷ്ടാവ് പിതാവായ ദൈവമാണ്. പുത്രനായ ദൈവം വഴിയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അതേ സൃഷ്ടികർമ്മത്തിലെ പങ്കാളിയാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ കാണുന്നുണ്ട്, ഒന്നിന് രൂപമില്ലാത്തടത്ത് രൂപം കൊടുക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് കാറ്റായി അതിന് ചുറ്റുമുള്ളായിരുന്നത് കൊണ്ടാണ്, അല്ലെ? അതുകൊണ്ട് ഈ ഒരേ കാര്യത്തിൽ മൂന്നും ഒരുപോലെ സന്നിഹിതമാണ്. ഈശോ ഈ ലോകത്തിൽ വന്ന് പിറന്നപ്പോൾ അവിടെ തന്നെ പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പുത്രനുമുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് എപ്പോഴും സന്നിഹിതമാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ഒരിക്കൽ പുത്രനായ ദൈവം നമ്മുടെ മുമ്പിൽ ആരാധനയ്ക്കായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മുടെ ചുറ്റുമൊക്കെ ഇങ്ങനെ നടക്കുന്നു, നമ്മളെ വഴി കാട്ടി നടത്തുന്നു. പിതാവായ ദൈവം അങ്ങ് മുകളിലിരുന്ന് ഭരിക്കുന്നു. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവായ ദൈവമേ എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ത്രിത്വത്തോട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരേ സത്തയിലുള്ള ദൈവത്തോട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷെ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. നിന്നെ രക്ഷിക്കുന്ന, നിനക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ച ഒരു പുത്രനായ ദൈവമുണ്ട്. ആ പുത്രനായ ദൈവം പിതാവിൽ നിന്ന് ജനിച്ചവനാണ്, പക്ഷെ അവൻ സൃഷ്ടിക്കപ്പെടാത്തവനാണ്. ഈ പരിശുദ്ധാത്മാവായ ഒരു ദൈവമുണ്ട്, നിന്നെ കാത്തു പരിപാലിക്കണം. ഒരിക്കലും നിന്നെ വിട്ടുപോകാത്ത ഒരു ദൈവ ചൈതന്യം നിന്റെ കൂടെയുണ്ട്. നീ എത്ര വലിയ പാപം ചെയ്താലും, എത്രമാത്രം അധപതിച്ചാലും നിന്നെ വിട്ടുപോകാത്ത ഒരു ദൈവ ചൈതന്യം നിന്റെ മേലുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അതേ ദൈവം തന്നെയാണ് പുത്രനായ ദൈവവും പിതാവായ ദൈവവും. ഒരേ സത്തയാണ് ഇതെന്നാണ് നമ്മൾ വെളിപ്പെട്ട് കിട്ടുക. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്രകാരമാണ്, എൻ്റെ പ്രിയമുള്ളവരെ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന എൻറ്റിറ്റി എന്ന് നമുക്ക് പറയാം. എന്ന എൻറ്റിറ്റിയെ നമ്മൾ കാണേണ്ടത് ഇങ്ങനെ വിഭജിച്ചല്ല, ഒറ്റ സത്ത എന്നതാണ്. ഒറ്റ സത്ത. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം ആദ്യത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിലും കൺഫ്യൂഷൻ ഉണ്ടാകും. അതിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ വേറെ ഒന്നിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയില്ല, അല്ലെ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവം തന്നെയായിരുന്നു ആ വചനം. അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അല്ല, ഈ വചനത്തെ കുറിച്ചാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഉണ്ടാകട്ടെ എന്ന വചനം ഉപയോഗിച്ചാണ് പിതാവ് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്.
അവനെ കൂടാതെ ഒരു കാര്യവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അത് ഒരേ കർമ്മത്തിൽ 3 പേരും ഒരേ സമയം പങ്കാളികളാകുന്നുണ്ട് എന്നതാണ് സത്യം. അവിടെ ഇന്ന് നമ്മൾ ധ്യാനിച്ച കാര്യം നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ പറഞ്ഞു പോവുകയാണ്. പുത്രനായ ദൈവത്തെ കുറിച്ച് നമ്മൾ പറയുകയാണ്. പുത്രനായ ദൈവത്തിന്റെ പ്രത്യേകതകൾ ഇപ്രകാരമാണ്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ദൈവത്തിന്റെ ഏകപുത്രനാണ്. ഒറ്റ പുത്രനേ ഉള്ളൂ. ആ ഏകപുത്രന്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ആ ഏകപുത്രനാണ് പുത്രനായ ദൈവം. ആ പുത്രനായ ദൈവത്തിന്റെ പ്രത്യേകതയാണ് എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ജാതനാണ്. ആദ്യ ജാതൻ എന്ന അവകാശം കർത്താവ് പലർക്കും കൊടുക്കുന്നുണ്ടെങ്കിലും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ജാതൻ എന്ന പദവി ഒറ്റ ആൾക്കേ ഉള്ളൂ. അത് പുത്രനായ ദൈവത്തിനാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ പുത്രനായ ദൈവം പുത്രനാണെങ്കിലും അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഈ പുത്രന്റെ പ്രത്യേകത പറയുകയാണ്, എല്ലാ യുഗങ്ങൾക്കും മുമ്പ്, യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനാണ് ഈ പുത്രൻ. എന്നാൽ അവൻ സൃഷ്ടിക്കപ്പെടാത്തവനാണ്. വീണ്ടും കർത്താവ് പറയാണ്, ഈ പുത്രന്റെ പ്രത്യേകത അവൻ ഏക കർത്താവ് തന്നെയാണ്. ഒറ്റ ദൈവം തന്നെയാണ്. സത്തയിൽ പിതാവിനോടുകൂടെ ഒറ്റ ദൈവമാണ്, ഏക ദൈവമാണ്. നമ്മൾ ഈ ഒരേ എന്നും ഒറ്റ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് അല്ലെ? ഒരേ എന്ന് പറയുന്നതും ഒറ്റ എന്ന് പറയുന്നത് ഒരേ സത്ത എന്ന് പറയാം നമുക്ക്. ഒരേ സത്ത. ഇപ്പൊ അതായത് നമ്മളൊരു ജ്യൂസിന്റെ സത്ത ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒന്നിച്ച് നമ്മൾ പിഴിഞ്ഞ് പല കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഒരേ എന്ന് പറയാം. ഒരേ പഴത്തിൽ നിന്നെടുത്ത സത്തയാണെന്ന് പറയാം. പക്ഷെ ഒറ്റയാന്ന് പറഞ്ഞാൽ അതല്ലാതെ വേറൊന്നുമില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഏക സത്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിൽ നിന്ന് അങ്ങോട്ട് മാറ്റാനോ ഇങ്ങോട്ട് മാറ്റാനോ ഒന്നും പറ്റില്ല. ഒന്നുള്ളിടത്ത് ബാക്കി എല്ലാം ഉണ്ട്. അതെല്ലാം ഒറ്റ ഇതിലാണ്. ഒന്നില്ലാതെ മറ്റൊന്നിനും നിലനിൽപ്പില്ല. ഒന്നുള്ളിടത്ത് ബാക്കി രണ്ടുമുണ്ട്. ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ത്രിത്വിക ദൈവത്തെ കുറിച്ച് തന്നെയാണ്. നമ്മൾ ഈ വിശ്വാസ പ്രമാണം മുഴുവൻ ധ്യാനിക്കുമ്പോഴും ത്രിത്വിക ദൈവത്തെ കുറിച്ച് തന്നെ വരും. പക്ഷെ എങ്കിൽ പോലും ഇന്ന് ധ്യാനിക്കുന്നത് നമുക്ക് സൃഷ്ടിക്കപ്പെടാത്ത എന്നാൽ പുത്രനായ ദൈവത്തെ കുറിച്ച്. സൃഷ്ടിക്കപ്പെടാത്ത എന്നാൽ പുത്രനായ ദൈവത്തെ കുറിച്ച്. അത് പുറപ്പെട്ടിരിക്കുന്നത് പിതാവിൽ നിന്ന് മാത്രമാണ്. ഇങ്ങനെ ഒരു ഡിഫറൻസ് കർത്താവ് ഉണ്ടാക്കാനുള്ള കാരണം തന്നെ എല്ലാം പുറപ്പെടുന്നത് പിതാവിൽ നിന്നാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാം പുറപ്പെടുന്നത് പിതാവിൽ നിന്നാണ്. ഈവൻ പിലാത്തോസിന്റെ മുമ്പിൽ കർത്താവ് നിൽക്കുമ്പോൾ കർത്താവ് പിലാത്തോസിനോട് പറയുന്ന കാര്യം ഇപ്രകാരമല്ലേ, നിനക്ക് ഈ അധികാരം കിട്ടിയത് ദൈവത്തിൽ നിന്നാണ്. അധികാരങ്ങൾ പോലും പുറപ്പെടുന്നത് പിതാവിൽ നിന്നാണ്. എല്ലാ കാര്യങ്ങളുടെയും പുറപ്പെടല് പിതാവിൽ നിന്നാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ അതുകൊണ്ട് പുത്രനായ ദൈവം എന്ന് പറയുന്നത് പിതാവിന്റെ അനന്ത ജ്ഞാനത്താൽ അനാദിയിലെ പിതാവിനോട് മാത്രമായിരിക്കുന്ന പിതാവ് തന്നെയായവനാണ് ഈ പുത്രനായ ദൈവം. ആ പുത്രനായ ദൈവം എല്ലാ കർമ്മത്തിലും പങ്കാളിയാണ്. പ്രത്യേകിച്ചുമുള്ള പങ്കാളിത്തം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പങ്കാളിത്തമാണ് എന്നതാണ് തുടർന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന കാര്യമൊക്കെ. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിലും തമ്പുരാൻ വെളിപ്പെടുത്തി തന്നെ ഈ വലിയ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. തമ്പുരാന്റെ മുമ്പിൽ എളിമയോടുകൂടെ നമുക്ക് ഈ സമയം മുഴുവനായിരിക്കാം.